പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തെ യോഗ്യരാക്കിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു. എൻ്റെ പേര് റിഞ്ചു. ഞാൻ അബുദാബിയിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ അവിടെ ഒരു സ്റ്റാഫ് നേഴ്സായി ഒരു നിയോനറ്റൽ ICUവിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് ജസ്റ്റിൻ, സേഫ്റ്റി പ്രൊഫഷണലാണ്. എൻ്റെ മക്കൾ ഹെലന, റൂത്ത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2023 ജൂലൈയിലാണ്. അബുദാബിയിലായിരുന്നു എനിക്ക് എൻ്റെ ഹൃദയത്തിലൊരു പ്രചോദനം വന്നു. ഞാൻ കൃപാസനത്തെപ്പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും അതിനെ ആഴത്തിൽ അറിയാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അന്നൊരു ദിവസം എനിക്കിങ്ങനെ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കാൻ എനിക്കിങ്ങനെ ഒരു തോന്നൽ വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ആദ്യമായി വന്ന് ജൂലൈ 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ തിരികെ പോയി. അപ്പോൾ ഒരു എൻഗ്ലസാറിന് നിന്ന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്ത ഉടനെ തന്നെയാണ് ആ എക്സാം എഴുതാനായിട്ട് ഒരുങ്ങിയതും. ശരിയായ പ്രിപ്പറേഷനൊന്നും ഞാൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ എക്സാം എഴുതിയെങ്കിലും എനിക്കതിൽ പാസ്സാകുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എൻ്റെ പ്രതീക്ഷ മൊത്തം ഞാൻ ആ എക്സാം പാസ്സാകുന്നു, അതിലൂടെ എൻ്റെ ഹസ്ബൻഡ് വിശ്വാസത്തിലേക്ക് വരുന്നു, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ വിചാരിച്ച പോലെയല്ല അന്ന് നടന്നത്. ഞാനപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ്റെ വാക്കുകളിലൂടെ കാനാനായ സ്ത്രീയുടെ കാര്യം അച്ഛൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലും എനിക്കൊരു ബോധ്യം ലഭിച്ചു. എനിക്ക് ഈ എക്സാം പാസ്സായാൽ മാത്രമേ ഉള്ളൂ എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ഇഷ്ടവും എനിക്ക് അങ്ങനെയാണോ എൻ്റെ എന്ന്. അങ്ങനെ ഞാൻ ആ ഒരു ബോധ്യത്തിലൂടെ ഞാൻ ഇന്നും ഈ 2023 തൊട്ട് ഈ നിമിഷം വരെ എൻ്റെ ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോരുന്നു. അങ്ങനെ എനിക്ക് ഉടമ്പടിയിൽ മുന്നേറുവാനായിട്ടും ഉടമ്പടി വിശ്വാസങ്ങളെ എല്ലാം സ്വീകരിക്കുവാനായിട്ടും എനിക്ക് സാധിച്ചു. ഞാൻ അന്ന് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉടമ്പടിയിലായിരിക്കുക എന്നുള്ളത്. പക്ഷേ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് എന്നെ പൂർണ്ണ മനസ്സോടുകൂടെ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. ഞാൻ 2023 തൊട്ട് ഉടമ്പടിയിലായി പോകുന്നുകൊണ്ടൊന്നു. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടും എനിക്ക് വചനങ്ങൾ പറയുവാനായിട്ടും ഉടമ്പടിയെ കൈമാറുവാനായിട്ടും എല്ലാം സാധിച്ചത് എൻ്റെ ജോലി മേഖലകളിലായിരുന്നു. ഞാൻ അവിടെ കുറേ പേഷ്യൻസുകൾ വരുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഉടമ്പടി കൈമാറുവാനും ഉടമ്പടിയെപ്പറ്റി പറയുവാനും എല്ലാം എനിക്ക് സാധിച്ചു. അതിനെല്ലാം ശേഷം ഞാൻ 2024 നാട്ടിൽ വന്നപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കിയിരുന്നു. ഞങ്ങൾ തിരികെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കാറ് മേടിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ പോയി നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ബഡ്ജറ്റിൽ പറ്റിയ ഒരു കാറായിട്ട് ഞങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് അവിടെ പോയപ്പോൾ അവിടെ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ നിരാശയോടെയാണ് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് വന്നത്. എങ്കിലും തിരികെ വന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഷോറൂമിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച ആ കാറ് തന്നെ ഞങ്ങൾക്ക് അപ്പോൾ പറഞ്ഞതിലും കുറേ രൂപയുടെ കുറവിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ഞങ്ങൾക്ക് ആ കാറ് ലഭിക്കുവാനായിട്ട് ഇടയായി. ഞങ്ങൾ ഒരു വൈറ്റ് കാർ എടുക്കുവാനായിട്ടാണ് ആഗ്രഹിച്ചു പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത് സിൽവർ കളറിലുള്ള ഒരു കാറാണ്. അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു അടയാളമായിട്ട് ഞങ്ങളത് സ്വീകരിക്കുന്നു. പിന്നെ മറ്റൊരു അനുഗ്രഹം ലഭിച്ചത് എൻ്റെ ഹസ്ബൻഡിന് സേഫ്റ്റി പ്രൊഫഷൻ്റെ ഭാഗമായ ഒരു ASP എന്ന എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് കഴിഞ്ഞ ജൂലൈ തൊട്ട് ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ പങ്കുചേരുകയും എല്ലാം ചെയ്തു. അപ്പോൾ വിശ്വാസത്തോടെ ആ എക്സാം എഴുതാൻ പോയി ആ എക്സാം പാസ്സാകുവാനായിട്ട് സാധിച്ചു. ഞങ്ങൾ 2024 ശേഷം പിന്നീട് ഇപ്പോൾ നാട്ടിൽ വരുന്നത് ഈ 2026 മാർച്ച് 14 ഞാനപ്പം കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾക്ക് ലീവിനുള്ള റിക്വസ്റ്റ് വിടണമായിരുന്നു. അപ്പം ഞാൻ 3 ആഴ്ചത്തെ റിക്വസ്റ്റാണ് മാർച്ചിലേക്ക് ചോദിച്ചിരുന്നത്.
പക്ഷേ എനിക്ക് ലീവിൻ്റെ അപ്രൂവൽ വന്നപ്പോഴത്തേക്കിനും ഒരാഴ്ചത്തെ ലീവേ ലഭിച്ചുള്ളൂ. അപ്പം ഒരാഴ്ചത്തെ ലീവ് കൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും നാട്ടിൽ വന്ന് പോകുന്ന ഒന്നും സാധ്യമല്ലായിരുന്നു. അങ്ങനെ ഞാനത് ഉടമ്പടി നിയോഗമായി വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ എന്നിട്ട് ദൈവത്തിന് വിട്ടുകൊടുത്തു. ദൈവമേ, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ഞങ്ങൾക്ക് അത് ലീവ് തരുവാനായിട്ട് ഇടയാക്കണമേ എന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ഒരാഴ്ച ലീവ് എന്നുള്ളിടത്ത് എനിക്ക് 4 ആഴ്ച ലീവായിട്ട് സാധിച്ചു. അത് സാധ്യമായത് എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നേരം ചോദിച്ചിരുന്ന വേറെ റിക്വസ്റ്റുകൾ വേറെ സ്റ്റാഫ് ചോദിച്ചിരുന്നു, അവരത് ക്യാൻസലായി. അങ്ങനെ എനിക്ക് സ്ലോട്ട് ലഭിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം മാതാവിൻ്റെ ഇടപെടലായിട്ടാണ് ഞാനത് സ്വീകരിക്കുന്നത്. അപ്പോൾ ഞാനപ്പം ഉറപ്പിച്ചു, ഇത് എന്നേക്കാൾ ഉപരിയായിട്ട് മാതാവും ഈശോയും ആഗ്രഹിക്കുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് എനിക്ക് ലീവ് ലഭിച്ചത് എന്ന്. അങ്ങനെ അതിനുശേഷം പിള്ളേർക്കിപ്പോൾ സ്പ്രിംഗ് ബ്രേക്കാണ്. അപ്പോൾ ആ ഒരു വെക്കേഷൻ സമയത്താണ് ഞങ്ങളിവിടെ വരാനായിട്ടും ഉടമ്പടി എടുക്കുവാനായിട്ടും എല്ലാം ആഗ്രഹിച്ചത്. അപ്പം പിള്ളേരുടെ കാര്യം ശരിയായി, ഹസ്ബൻഡിൻ്റെ ലീവ് റെഡിയായി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഫെബ്രുവരി 24 ടിക്കറ്റ് എടുത്തു മാർച്ച് 13 പോരുവാനായിട്ട്. ഫെബ്രുവരി 28 അബുദാബിയിൽ യുദ്ധം തുടങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നുമല്ല പിന്നെ കാര്യങ്ങൾ. പിന്നെ എല്ലാം തന്നെ തകിടം മറിയുന്നതായിരുന്നു. ഫ്ലൈറ്റുകൾ ക്യാൻസലായി തുടങ്ങി. സ്കൂളിൽ നിന്നുള്ള സ്കൂൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എല്ലാം ഡേറ്റുകൾ മാറി. സ്കൂളിൽ നിന്ന് ഇൻഫർമേഷൻ വന്നു, സ്കൂൾ നേരത്തെ ക്ലോസ് ചെയ്ത് നേരത്തെ ഓപ്പൺ ആക്കുന്നത്. അപ്പം ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ചുള്ള ഒരു കാര്യങ്ങളും അല്ലായിരുന്നു അത്. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് ഒരു കൺഫ്യൂഷനായ. അപ്പം പക്ഷേ വിശ്വാസം ഞങ്ങൾ കൈവിട്ടില്ല. ഞങ്ങൾ പ്രത്യാശയോടുകൂടെ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. ദൈവമേ, നീ ആഗ്രഹിച്ച കാര്യമാണ്, നീയാണ് ഞങ്ങളോട് നാട്ടിൽ പോകുവാനായിട്ട് ഞങ്ങളെ ഒരുക്കിയത്. അപ്പോൾ നീ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങൾ ലീവിൻ്റെ കാര്യങ്ങൾ യുദ്ധമാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളോടും എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞു, യുദ്ധം തുടങ്ങുമെന്ന് നമുക്കെല്ലായിരുന്നു അറിയത്തില്ലായിരുന്നത്. പക്ഷേ ദൈവത്തിനും ഈശോയ്ക്കും മാതാവിനും എല്ലാം ഇത് അറിയാമായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയേണ്ടതല്ല, നമുക്ക് തടസ്സം വരേണ്ടതല്ലെന്ന്. പക്ഷേ ഇതിനെല്ലാം കണ്ടുകൊണ്ട് നമ്മളെ ഇതിനൊരുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും ഒരുക്കി തരുമെന്ന് ഞാൻ എൻ്റെ കുടുംബത്തോട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ കൂടെ ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ മാർച്ച് 13 ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. മാർച്ച് 11 ഞങ്ങൾക്ക് മെസ്സേജ് വരുവാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായെന്ന്. അന്ന് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പം എൻ്റെ കുടുംബം എന്നെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. സാരമില്ല, നമുക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ സാരമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിപ്പോഴും വിഷമമൊന്നും എൻ്റെ ഹൃദയത്തിലേക്ക് എനിക്ക് ഒരു തരി പോലും വിഷമം അപ്പോഴും വന്നില്ല. എല്ലാവരും വിചാരിച്ചു ഞാൻ കരയുമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കിപ്പോഴും പ്രത്യാശയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചതും ഞാൻ പ്രാർത്ഥിച്ചതും എൻ്റെ മാതാവിനോടും എൻ്റെ ഈശോയോടും ആണെങ്കിൽ അത് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് നിങ്ങളോട് പറയാനായിട്ട്, എൻ്റെ കുടുംബത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പറയാൻ വേറൊന്നുമില്ല. കാരണം എൻ്റെ വിശ്വാസം അല്ലാതെ എൻ്റെ പ്രത്യാശയല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. കാരണം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഹെബ്രായർ 10:23 ദൈവം തൻ്റെ ദൈവം നമ്മളോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കുമെന്ന്. ഞാനപ്പോൾ ആ ഒരു വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്ഥിരതയോടെ നിന്ന്, ദൈവമേ, നീ ഇടപെടുമെന്നും മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിച്ചു. ഞങ്ങൾ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ടിക്കറ്റ് എടുക്കുവാനായിട്ട് ആദ്യം ഒരുങ്ങിയത് ഞങ്ങൾ തന്നെ ടിക്കറ്റ് എടുക്കാമെന്ന് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് അത് വേണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. മറ്റൊരു വ്യക്തിയെ കൊണ്ടാണ് ടിക്കറ്റ് എടുപ്പിച്ചത്. അപ്പം ആ ആൾ ഞങ്ങളോട് പറഞ്ഞു, 11-ാം തീയതി വിളിച്ച് പറയുന്നു നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായി എന്ന് പറയുന്നു. അപ്പോൾ ആ വ്യക്തി ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം മുന്നേ ഒരുക്കിയ ഒരു ദൂതനായിരുന്നു ഷമീർ എന്ന് പറയുന്ന ആ വ്യക്തി. ആ ഷമീർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് എത്തിഹാദ് ഫ്ലൈറ്റിൻ്റെ ഓഫീസിൽ പോവുകയും ഞങ്ങൾക്ക് വേണ്ടി 13-ാം തീയതിയിലെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായെങ്കിലും 14-ാം തീയതി രാവിലത്തേക്കിനുള്ള ഫ്ലൈറ്റിലേക്ക് ഷമീറിൻ്റെ ഇടപെടൽ മൂലം ഞങ്ങൾക്കത് ലഭിച്ചു. ഷമീറിനെ ദൈവം ഒരുക്കിയതാണെന്ന്, അത് മാതാവിൻ്റെ ഇടപെടലും ഈശോയുടെ ഇടപെടലുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അങ്ങനെ ഞങ്ങൾ 14-ാം തീയതി സുരക്ഷിതരായിട്ട് വന്നു. ഞങ്ങളുടെ യുദ്ധകാലത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും കേൾക്കുന്ന പോലെ യുദ്ധമുണ്ട്. എപ്പോഴും ഞങ്ങളുടെ ആ ഒരു ഏരിയയിലൊക്കെ എപ്പോഴും ഭയങ്കര സ്ഫോടന ശബ്ദങ്ങളും ഇതൊക്കെയാണ്. ഞങ്ങൾക്ക് എപ്പോഴും അലേർട്ട് വരുമ്പോഴത്തേക്കിനും നിങ്ങൾ സേഫായിട്ട് ഒരിടത്ത് ഇരിക്കാൻ പറയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ പൊട്ടലും കാര്യങ്ങളും എല്ലാം കഴിയുമ്പോഴത്തേക്കിനും താങ്ക് യു മെസ്സേജ് വരുമ്പോഴാണ് എല്ലാവരും പിന്നെ ഒന്ന് ആശ്വാസത്തിലിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ യാത്രയിൽ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ഒരു തടസ്സങ്ങളോ പിന്നീട് ഫ്ലൈറ്റ് വരുന്ന വഴികളിലോ ഒന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങളെ മാതാവിൻ്റെ സംരക്ഷണത്തിലും ഈശോയുടെ കരുതലിലും ഞങ്ങളിവിടെ എത്തിച്ചു എന്നാണ്. ഇതാണ് എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളെ കഴിയാവുന്ന വിധം മറ്റുള്ളവരെ പണമായിട്ടോ മറ്റു രീതിയിലോ ഒക്കെ സഹായിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ എൻ്റെ ഒരു എഫേർട്ട് വരുന്നില്ലെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ പേരൻസിൻ്റെ വഴി ഞാൻ അറിഞ്ഞത് അബുദാബിയിൽ റോഡ് തൂക്കുന്നവർ ഒത്തിരി പേരുണ്ട്, ജോലി ചെയ്യുന്നവർ. അപ്പോൾ ഞാൻ അവർക്ക് 6 പേർക്കുള്ള പൊതികളാക്കി ഫുഡും വെള്ളവും എല്ലാമായി അവരെ കണ്ടു നടന്ന് എല്ലാ ആഴ്ചയിലും അവർക്ക് ഭക്ഷണപ്പൊതികൾ കൈമാറാറുണ്ട്. അവരോട് ഒരു വാക്ക് സംസാരിക്കാറുണ്ട്. ആദ്യമെല്ലാം ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഈ ചെയ്യുന്നത് അവർക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടോ, ഞാൻ കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെയാണ്. പക്ഷേ പിന്നീട് അവരോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരതിനു വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നുള്ളത്. അങ്ങനെ 2 വർഷമായിട്ട് എന്നെക്കൊണ്ട് ദൈവം അത് ഒരുക്കി തരുന്നുണ്ട്. ഞങ്ങളെ കഴിയുന്ന വിധം ഞാൻ ആ ഒരു പ്രവൃത്തി എല്ലാ ആഴ്ചയിലും ചെയ്തു പോകുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഞാനിവിടുന്ന് 2023-ലും 2024-ലും ഉടമ്പടി എടുത്ത് പോയപ്പോൾ പത്രങ്ങൾ വാങ്ങിയായിരുന്നു. അതിൽ ഞാൻ അബുദാബിയിലേക്ക് പോകുമ്പോൾ കൊടുക്കുവാനായിട്ട് ഇംഗ്ലീഷ് പത്രമാണ് മേടിച്ചിരുന്നത്. 2023-ലെ പത്രങ്ങളെല്ലാം തന്നെ എനിക്ക് കൊടുത്തു തീർക്കുവാനായിട്ട് സാധിച്ചു. ഞാനത് ഞങ്ങളുടെ പേഷ്യൻസായിട്ട് വരുന്ന കുട്ടികളുടെ പേരൻസിന്, അത് അന്യനാട്ടുകാരും ഉണ്ട്, അവർക്കും എല്ലാം, പിന്നെ ഞങ്ങളുടെ കൂടെ ഫിലിപ്പീൻസായിട്ടും ഒക്കെ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അവരൊക്കെ എല്ലാം നടന്നു കൊടുത്തു. 2024-ൽ ഞാൻ കൊടുത്ത പത്രം എനിക്ക് കൊടുത്തു തീർക്കുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഞാൻ അത് ഓർത്ത് എപ്പോഴും വിഷമിച്ചിരുന്നു, ഇങ്ങനെ എനിക്ക് എന്തുകൊണ്ടാണ് പത്രം കൊടുത്തു തീർക്കാൻ പറ്റാഞ്ഞ എന്നുള്ളത്. കാരണം ഞങ്ങളുടെ അവിടുത്തെ ഇടവകയിൽ പത്രം കൊടുക്കാൻ പറ്റില്ലെന്ന് അവിടുത്തെ വികാരി അച്ഛൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതിനെ വകവെക്കാതെ അങ്ങനെ കൊടുക്കാനായിട്ട് ഞങ്ങൾ നോക്കിയിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു, ദൈവമേ എനിക്കിത് കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. 2026-ൽ എനിക്ക് ഞങ്ങളുടെ ഒരു പേഷ്യൻ്റ് വന്നു. അതൊരു തമിഴ് ഫാമിലി ആയിരുന്നു. ആ കുഞ്ഞിന് ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു അവരെ പരിചയപ്പെട്ടു. അതെൻ്റെ പേഷ്യൻ്റ് അല്ലായിരുന്നു, പക്ഷേ എങ്കിലും എനിക്ക് അവരെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. 3-ാമത്തെ ദിവസം വന്നപ്പോഴത്തേക്കിനും അവരെ കണ്ടപ്പോൾ തൊട്ട് ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പത്രം എൻ്റെ പോക്കറ്റിൽ കരുതി വെച്ചിരിക്കുമായിരുന്നു. 3-ാമത്തെ ദിവസം വന്നപ്പോഴത്തേക്കിനും ആ പേഷ്യൻറ്റിനെ അലോട്ട് ചെയ്തിരിക്കുന്ന എനിക്കാണ്. അപ്പോൾ ഞാനപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചു. ഞാനപ്പോൾ പറഞ്ഞു, ഞാനൊരു മിഷൻ മദർ മേരി ഓഫ് മിഷനാണ് വർക്കറാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ പത്രം അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സിസ്റ്ററിനെ കണ്ടപ്പോഴത്തേക്കിനും ആദ്യത്തെ ദിവസം ഞങ്ങൾ ആഗ്രഹിച്ചായിരുന്നു, സിസ്റ്റർ ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചോളം എനിക്കതൊരു വലിയൊരു സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു. ഞാൻ 2024-ൽ എനിക്ക് ലഭിച്ച പത്രം പഴയതാണല്ലോ എന്ന് കരുതി. പക്ഷേ അവരുടെ മുന്നിൽ ആ പത്രം കൊടുക്കുവാനായിട്ട് മാതാവ് വഴി എനിക്കത് സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു അത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ഡെയിലി ബ്രെഡ് ഞങ്ങൾ എന്നും കൂടും, അത് ഷെയർ ചെയ്തും സ്റ്റാറ്റസായിട്ട് ഇട്ടും എല്ലാം ചെയ്യാറുണ്ട്. ഉടമ്പടി ധ്യാനങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. എല്ലാ ആഴ്ചയിലെ ഉടമ്പടി ധ്യാനം കൂടി ഞാൻ എൻ്റെ ഡയറിയിൽ അതിൽ അച്ഛൻ പറയുന്ന വചനങ്ങളെല്ലാം എഴുതി വെച്ച് പിന്നീട് നോക്കാറുമുണ്ട്. പിന്നെ സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്.
എനിക്ക് ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ്റെ ചില ടോക്കുകൾ എല്ലാവരും അത് മൊത്തവും കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതിൻ്റെ ചെറിയ ചെറിയ ഭാഗമൊക്കെ ആക്കിയിട്ട് അത് ഞാനിങ്ങനെ സ്റ്റാറ്റസ് ആക്കിയിട്ട് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇടാറുണ്ട്. അപ്പം എന്നാൽ കഴിയുന്ന വിധമെല്ലാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഉടമ്പടിയെ മറ്റുള്ളവർക്ക് കൈമാറുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഞങ്ങൾ അബുദാബിയിലാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഞാൻ നേഴ്സായതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഞായറാഴ്ചയും ഓഫ് കിട്ടാറായിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് എല്ലാ ഞായറാഴ്ചകളിലും മക്കളും പള്ളിയിൽ പോകാറുണ്ട്. എനിക്ക് 2 ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ പള്ളിയിൽ പോകാനായിട്ടുള്ള അവസരം ഞായറാഴ്ചകൾ കിട്ടാറുള്ളൂ. അപ്പം ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട്. എല്ലാ മാസവും ഞങ്ങൾ കുമ്പസാരിക്കാറുണ്ട്. ആഴ്ചയിലുള്ള ഉപവാസം എടുക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഒരിക്കൽ പോലും മുടക്കിയിട്ടില്ല. ഞാനിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിലും എനിക്ക് 6:30 ആകുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോഴും അതിനു മുൻപായി ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഉടമ്പടി വഴി എനിക്ക് ഒത്തിരി ഉയരാനായിട്ട് സാധിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ കത്തോലിക്ക വിശ്വാസത്തിലാണെങ്കിലും എനിക്ക് കൊന്ത ചൊല്ലുവാനോ അങ്ങനെയുള്ള ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. അങ്ങനെയൊരു വ്യക്തിയെ എൻ്റെ അമ്മ മാതാവ് എന്നെ തിരഞ്ഞെടുത്ത് ഉടമ്പടി ജീവിതം വഴി അമ്മ വഴി ഈശോയോട് അടുക്കുവാനായിട്ട് എന്നെ യോഗ്യയാക്കി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും. അതുപോലെ തന്നെ വചനങ്ങൾ വായിക്കുവാനായിട്ടും വചനങ്ങൾ കൈമാറുവാനായിട്ടും അതെല്ലാം എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നെ കഴിയുന്ന വിധം മറ്റുള്ളവർക്ക് ഉടമ്പടിയെ പറ്റി പറഞ്ഞു കൊടുക്കുവാനായിട്ടും അക്രൈസ്തവരായവർക്ക് ബൈബിളില്ലാത്തവർക്ക് ബൈബിൾ വാങ്ങിച്ചു കൊടുക്കുവാനും എല്ലാം എന്നെ സഹായിച്ചു. പിന്നെ ഒരു ദിവസം രാവിലത്തെ പ്രാർത്ഥന ചൊല്ലി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മെഴുകുതിരിയിൽ ഒരു റോസാപ്പൂവിൻ്റെ പോലെ വന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു യൂട്രസിൽ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ രൂപം പോലത്തെയുള്ള ഒരു രൂപമാണ് അതിനകത്ത് വന്നിരുന്നത്. അപ്പോൾ ആദ്യമൊന്നും എനിക്കതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. അപ്പം ഞാനങ്ങനെ വിചാരിച്ചു ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ. അപ്പം എൻ്റെ ഹോസ്പിറ്റലിൽ വെച്ച് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു പേരൻസിനായിട്ട് അവരോട് ഞാൻ ഉടമ്പടിയെ പറ്റി അവരോട് പറയുകയും അവരിപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിലാണ്. ആ ഒരു കുഞ്ഞിനെ അവരുമായിട്ട് ഞാൻ നിരന്തരം സംസാരിക്കുകയും ഉടമ്പടിയെ പറ്റിയും പ്രത്യക്ഷണ പ്രാർത്ഥനയും അവർക്കാണ് ഞാൻ ഒരു ബൈബിൾ കൊടുത്തതും അതെല്ലാം പറയുന്നുണ്ട്. അപ്പം എനിക്കിങ്ങനെ ഒരു അനുഭവം ലഭിച്ചപ്പോൾ ഞാൻ ആ പിക്ചർ എടുത്ത് ആ വ്യക്തിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ അർത്ഥം എന്താണെന്ന്. അവൾ പറയുന്നത് പുണ്യ എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. അപ്പം പുണ്യ പറയുന്നത്, ചേച്ചി ഞാൻ അതിൽ നോക്കുമ്പോഴത്തേക്കിനും ആ പൂവിൻ്റെ നടുക്ക് കാണുന്നത് എൻ്റെ കുഞ്ഞിനെയാണെന്നാണ് അവൾ പറയുന്നത്. അപ്പം എനിക്കപ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായത് എന്താണ് മാതാവ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പോൾ ആ ഒരു കുടുംബം ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാമാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും വിശ്വാസങ്ങളും. ഇവിടെ കൃപാസനത്തിൻ്റെ വചനമായ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വചനത്തിലാണ് എൻ്റെ ഹസ്ബൻഡിന് ASP എക്സാമിൽ വിജയം ലഭിച്ചത്. ആ ഒരു ബോധ്യം എൻ്റെ ഹസ്ബൻഡിനും ലഭിച്ചിട്ടുണ്ട്. ഇനിയും തുടർന്ന് അതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു എക്സാം കൂടിയുണ്ട്. അതിൻ്റെ സാക്ഷ്യമായി ഇനിയും എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇനിയും ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാളായി ഇനിയും ഞങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ സാധിക്കുമെന്നും ഉടമ്പടിയിൽ തന്നെ ആയിരിക്കുവാനും ദൈവം ഞങ്ങളെ അതിനനുവദിക്കുമെന്നും പ്രാർത്ഥിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും പ്രത്യാശകൊണ്ടും ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോ തിരുക്കുമാരനും ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ആമീൻ. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു. സങ്കീർത്തനം 40:10 ഉടമ്പടിയിൽ ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെയും രക്ഷകളെയും എല്ലാ അനുഗ്രഹങ്ങളെയും മറച്ചു വയ്ക്കാതെ തുറന്നു പറയുകയാണ് യഥാർത്ഥ സാക്ഷ്യം.
ദൈവത്തിൻ്റെ നീതിയും കരുണയും സ്നേഹവും വാത്സല്യവും നമ്മുടെ ഉള്ളിൽ മാത്രം അടച്ചു വയ്ക്കാനുള്ളതല്ല, അത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ലോകത്തോട് തുറന്നു പറയുമ്പോഴാണ് നമ്മൾ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ദൈവാനുഭവം ലഭിച്ചാൽ അത് പ്രഖ്യാപിക്കുന്ന ഒരു ദൗത്യമാണ് ഉടമ്പടിയിൽ നമുക്കുള്ളത്. പരിശുദ്ധ അമ്മയും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46-ാം വചനത്തിൽ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. അമ്മ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയാണ് ഈശോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തി തരുന്നത്. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമ്മെ ഈ ഓരോരുത്തരെയും ഈശോയുടെ അടുക്കിലേക്ക് കൈപിടിച്ച് നയിക്കുകയാണ്. അമ്മയുടെ മാധ്യസ്ഥതയിലൂടെയാണ് ദൈവത്തിൻ്റെ സംരക്ഷണം ഓരോ ഉടമ്പടി മക്കൾ അനുഭവിക്കുന്നത്. ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കൾക്ക് കഷ്ടകാലത്ത് പോലും ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏത് പ്രതിസന്ധി ആയാലും ബുദ്ധിമുട്ടുകളായാലും പ്രശ്നങ്ങളായാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാനും വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനും ഈശോയും അമ്മയും നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്നുള്ള ഒരു വലിയ ഒരു സാക്ഷ്യമാണ് റിഞ്ചു ടെസ്സി സാജൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. അവിടെയും ഒരു ദൗതൻ എന്ന പോലെ എപ്പോഴും ഇവരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പക്ഷെങ്കിൽ വീണ്ടും ഒരു ഉൾപ്രേരണയാൽ ഷമീർ എന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കൊടുക്കുകയും ആ വ്യക്തി തന്നെ ഇവരുടെക്കുള്ള ടിക്കറ്റിൻ്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കാനായിട്ട് ഷമീർ തന്നെ പോവുകയാണ്. അതും മാതാവിൻ്റെ ഒരു സാന്നിധ്യമാണ് ഇവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെടാതെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മക്കൾക്ക് ടിക്കറ്റ് ശരിയാവുകയായിരുന്നു. അതായത് 13-ാം തീയതി ഉണ്ടായിരുന്ന ടിക്കറ്റ് 14-ാം തീയതി ടിക്കറ്റ് റെഡിയാവുകയും പോകുന്ന വഴിക്ക് എല്ലാ പ്രശ്നങ്ങളും നോട്ടിഫിക്കേഷനൊക്കെ ഒബ്സർവ് ചെയ്ത് വേണം വരാനായിട്ട്. പക്ഷെങ്കിൽ മാതാവിൻ്റെ ഈശോയുടെ ഒരു വലിയ സംരക്ഷണമാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. എല്ലാത്തിനും ഈശോയും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ എല്ലാ രീതിയിലും അമ്മയുടെ സംരക്ഷണമുണ്ട്. അതും അവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഫ്ലൈറ്റിനേക്കാളും നല്ലൊരു ഫ്ലൈറ്റ്, മനോഹരമായൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇവർക്ക് യുദ്ധകാലത്ത് സ്വന്തം നാട്ടിലെത്തി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിലെത്താൻ സാധിച്ചത്. ആ മകൾ പറഞ്ഞത്, യുദ്ധത്തെപ്പറ്റി ദൈവത്തിന് അറിയാമായിരുന്നു, എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതുകൊണ്ട് ഈശോയും അമ്മയും തക്ക സമയത്തെല്ലാം ചെയ്തു തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. എല്ലാം ഈശോയും അമ്മയും ഏറ്റെടുത്ത് നടത്തുന്ന ഓരോ കാര്യങ്ങൾ. ഈ മകൾ ഒരു നഴ്സിംഗ് പ്രൊഫഷണലാണ് ജോലി ചെയ്യുന്നത്, NICUവിലാണ് ജോലി ചെയ്യുന്നത്. അവിടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും മനസ്സിലാക്കുകയും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഈ മകളുടെ ശ്രമം പത്രം കൊടുക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഈശോയും അമ്മയുടെ ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തി ഈശോയും അമ്മയും കൂടുതൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ആ തീഷ്ണത, ആ ജോലി, അതായത് മകൾ പറഞ്ഞത് ഞാൻ മാതാവിൻ്റെ ഒരു മിഷണറി ആണെന്നാണ്. അതായത് അത്രയും മാത്രം തീഷ്ണതയോടുകൂടിയാണ് ഈ മകൾ ഈശോയും അമ്മയും കൈമാറ്റം ചെയ്യുന്നത്. ആ സ്നേഹവും ആ വിശ്വാസവും ആ ദൈവാനുഭവങ്ങളും മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും കുറവുണ്ടാവുകയില്ല, ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നാണ് സങ്കീർത്തകൻ 34-ാം സങ്കീർത്തനത്തിൽ 10-ാം വചനം പറയുന്നത്. ഇവിടെ ജീവിതത്തിലും നിങ്ങൾ എന്ത് ഉത്കണ്ഠകളെല്ലാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാകുന്നെന്നാണ് പത്രോസിൻ്റെ 1 പത്രോസിൽ 5-7 വചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും ഈശോയും അമ്മയും നമ്മുടെ കാര്യത്തിലെല്ലാം ശ്രദ്ധാലുവാണ്. നമുക്ക് ഒന്നിനും കുറവ് ഉണ്ടാകുകയില്ല. എല്ലാം സംരക്ഷണവും ദൈവത്തിൻ്റെ ഈശോയുടെ അമ്മയും കരങ്ങളാണ് നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ശക്തനും ധീരനുമായിരിക്കാനും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ എന്നാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വചനം പറയുന്നത്. ഉടമ്പടി മക്കളായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിഭ്രമിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട, ധീരനായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കർത്താവായ ദൈവമാണ് നമ്മൾ പോകുന്നിടത്തെല്ലാം നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതവും ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. റിഞ്ചു ടെസ്സിക്ക് കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ.
അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.